ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചിക്കനേക്കാളും മട്ടനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റോടെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒരു 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി നമുക്ക് ഒരു 80-85% ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്കും അതുപോലെ തന്നെ ദമ്മിടാനുമുള്ള ആവശ്യത്തിനുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓയിലിട്ടിട്ട്. അപ്പോൾ ഒരു 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം ഇതൊന്നും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതുപോലെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നല്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒരു നീളത്തിലുള്ള ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തക്കാളി ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ ഒന്നങ്ങ് വരഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ല ആഴത്തിലൊന്നും വരഞ്ഞു കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനുള്ളിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്നങ്ങ് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 9 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ദമ്മിടാനുള്ള ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ മല്ലിയും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ മുകളിലാകുന്ന രീതിയിൽ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ദമ്മിടാം. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി, അതുപോലെ മല്ലി, പുതിന, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞളും ലെമണും കൂടെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം മാത്രം മതി. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മസാല നടുവിലായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാലയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ബാക്കി വന്നിട്ടുള്ള ആ ഒരു റൈസും കൂടി ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയും അതുപോലെ മല്ലിയും പുതിനയും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് ദമ്മാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതൊരു അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മണവും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതുപോലെ റൈസ് വേറെ മസാല വേറെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്